നീണ്ട വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ദി ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഉർവശി. തന്റെ മനസ്സിൽ വലിയൊരു ഭാരം സമ്മാനിച്ച സിനിമ ഉള്ളൊഴുക്കാണെന്നാണ് ഉർവശി പറയുന്നത്. 2018 ഞാൻ ഉള്ളൊഴുക്കിന്റെ കഥ കേൾക്കുന്നത്. കേശു ഈ വീടിന്റെ നാഥൻ ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന കഥയാണിത്. ഈ സിനിമയാണ് തന്റെ ആദ്യ സിനിമ എന്ന് ക്രിസ്റ്റോ പറഞ്ഞിരുന്നു. ലീലാമ്മ എന്ന കഥാപാത്രം എന്നെ സംബന്ധിച്ച് പുതിയതായിരുന്നു. ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ചുള്ള ചലഞ്ച് ഇമോഷണൽ രംഗങ്ങളായിരുന്നു. ഇമോണൽ ആകാം, പക്ഷേ അധികം കണ്ണീര് വരരുത്. എൻ്റെ ആംഗിളിൽ കാണുമ്പോൾ കണ്ണീർ നിയന്ത്രിക്കാൻ പറ്റാതെ വരികയാണ്. വളരെ കാഷ്വലായി ഒരു കഥ പറഞ്ഞ് അവസാനത്തെ വാക്കിലേ കരയാവൂ. ആ സമയം വരെ ഞാൻ എന്നെ നിയന്ത്രിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, അത് വലിയ ചലഞ്ചായിരുന്നു. ആദ്യം മുതലേ കരഞ്ഞു പറയാവുന്ന ഡയലോഗുണ്ട്, പക്ഷെ അത് പാടില്ല. കരയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കേണ്ടി വരും. അത് നിയന്ത്രിച്ച് വെക്കുക എന്നത് വലിയ ചലഞ്ചായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ സഹിച്ചു വന്നിരിക്കുകയാണ് അവർ. ഒരു പ്രത്യേക ഭാഗത്തിൽ മാത്രമേ ഇവരുടെ നിയന്ത്രണം വിട്ടുപോകാൻ പാടുള്ളൂ. അഞ്ജു എന്ന കഥാപാത്രവും അങ്ങനെയാണ്. ശ്വാസം മുട്ടലാണ്. സിങ്ക് സൗണ്ടിൽ അതൊക്കെ പ്രേക്ഷകന് മനസ്സിലാകും. ഭയങ്കര സൈലൻസ് ആണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു അതൊക്കെ. ഇമോഷന് പ്രാധാന്യമുള്ള സിനിമയാണെങ്കിൽ ആ കഥാപാത്രം നമ്മളെ കൊണ്ടുപോകും. അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. പിന്നെ അവർ നയിക്കുന്നതിൻ്റെ കൂടെ പോവുകയാണ്. ഡയറക്ടർ 2 ആർട്ടിസ്റ്റുകളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ആ കഥാപാത്രം. വളരെ ചെറിയ ശബ്ദത്തിൽ ഒരു കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പുറത്ത് പോയി ഫ്രീ ആയി സൈലൻ്റായി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തു പൊക്കിയേ തീരൂ. നമ്മൾ വിശാലമായി ഒരു സ്ഥലത്തു കൂടി നടന്നാൽ കുഴപ്പമില്ല. എന്നാൽ ചെറിയൊരു സ്ഥലത്തു കൂടി നടന്നുകൊണ്ടേയിരിക്കണം. നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ സിനിമ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മാനസികമായി അത്രയും ഭാരമുണ്ടാക്കിയ സിനിമ ഇതാണെന്ന് പറയേണ്ടി വരും. പണ്ട് മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഡയറക്ടർ പറഞ്ഞു തരുന്ന ഇമോഷണൽ രംഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യും, നമ്മൾ വിടും. എന്നാൽ ഇവിടെ അതിന് സാധിക്കുന്നില്ല. ഒരു ഷോട്ട് മറ്റൊരു ഷോട്ടിനെ പ്രസവിച്ചേച്ചാണ് പോകുന്നത്. എന്ത് സംഭവിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ആണ്. ഇത് എവിടെ പോയി നിൽക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു, ഉർവശി പറഞ്ഞു.